ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, നേതാക്കളെ, ഉമറാക്കളെ, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ ളുയൂഫായി അള്ളാഹുവിൻ്റെ അതിഥികളായി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മാന്യ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമതായി ഹജ്ജ് എന്താണ് എന്ന് മനസ്സിലാക്കാം. കർമ്മം എന്ന സമ്പൂർണതയിൽ ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കർമ്മം ഹജ്ജാണ് എന്ന് മനസ്സിലാക്കാം. ഒരു കർമ്മം എന്ന നിലയിൽ, ഒരു ഇബാദത്ത് എന്ന നിലയിൽ ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കർമ്മം ഹജ്ജാണ്. നിസ്കാരത്തിന്റെ മുമ്പ്, നോമ്പിന്റെ മുമ്പ്, സകാത്തിന്റെ മുമ്പ്, എന്തിൻ്റെയും മുമ്പ് ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കർമ്മം ഹജ്ജാണ് എന്നത് വിശുദ്ധ ഹദീസ് സാക്ഷിയാണ്. ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇസ്ലാമിൽ അത് അവസാനമായിട്ടാണ് ഫർളായിട്ടുള്ളത്. ഇസ്ലാമിൽ ഹിജ്റ 6-ാം വർഷത്തിലാണ് ഹജ്ജ് ഫർളായത്. ഹിജ്റ 10-ാം വർഷത്തിലാണ് പൂർണ്ണമായി അതിന്റെ ആദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുനാ ആദം വഖദ് ഹജ്ജ മിനൽ ഹിന്ദ് മാഷിയൻ 40 മറ. സയ്യിദുനാ ആദം അലൈഹിസ്സലാം ഈ ഇന്ത്യയിൽ നിന്ന്, ഹദീസിൽ കാണുന്നു, ഇന്ത്യയിൽ നിന്ന് ഫഖദ് ഹജ്ജ മാഷിയൻ മിനൽ ഹിന്ദ് 40 മറ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം ഇന്ത്യയിൽ നിന്ന് നടന്നു പോയി 40 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹദീസുൽ ഷരീഫ് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രധാന അഭിപ്രായ പ്രകാരം ഒരു കാലത്ത് ശ്രീലങ്ക കൂടി ഉൾപ്പെട്ട ഇന്ത്യ, ആ ഇന്ത്യയിലായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാം വന്നത് എന്നത് ഏകദേശം ഈ വിഷയത്തിൽ വന്ന പ്രധാന അഭിപ്രായമാണ്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മണ്ണാണ് എന്ന് മനസ്സിലാക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ത്യയിൽ ഊട്ടപ്പെട്ട വാളിനോട് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഉപമിച്ചത് സ്വഹീഹുൽ ബുഖാരി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട മണ്ണാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുന്നതിൽ മറ്റാരെക്കാളും പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട്? ആദ്യത്തെ ഭൂമിയിലെ മനുഷ്യൻ എന്ന ഹജ്ജ് നടത്തിയ ആൾ, മനുഷ്യന്റെ ബാപ്പ സയ്യിദുനാ ആദം ഹജ്ജിന് പോയത് ഇന്ത്യയിൽ. ഫഖദ് ഹജ്ജ മാഷിയൻ മിനൽ ഹിന്ദ് 40 മറ എന്ന ഹദീസുൽ ഷരീഫിൽ കാണാം. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം, അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഭൂമിയിൽ ആദ്യം നടന്ന കർമ്മം അത്. ഇനി അതിന്റെയും മുമ്പ് ബഹുമാനപ്പെട്ട ഇന്ന ജിബ്രീല ഖാല ലഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ഇമാം ഇബ്നു ഇസ്ഹാഖ് തന്റെ താരീഖിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൽ മലായികത ഇന്ന ജിബ്രീല ഖാല ലഹു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിയോട് പറഞ്ഞു, ഇന്നൽ മലായികത കാനൂ യതൂഫൂന ഖബലക ബിഹാദൽ ബൈതി 7000 സന. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് മലായികത്ത് ഈ കർമ്മം ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് എന്ന് ഹദീസുൽ ഷരീഫിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട കർമ്മം ഹജ്ജാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 2, ഹജ്ജിന്റെ പ്രാധാന്യവും നാം ചിന്തിക്കണം. നിസ്കാരം വലിയ അമലാണ്, പ്രധാനപ്പെട്ട അമലാണ്. അത് 5 വഖത്തിൽ ഉണ്ട് എന്ന നിലയിൽ അതിന് ആളുകൾ ആരും ഒഴിവില്ല. വളരെ വലിയൊരു സബർ അതിന് അത്യാവശ്യമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഹജ്ജിന് പറയുന്ന പ്രാധാന്യത്തോട് കൂടിയുള്ള ഒരു ഹദീസ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതായി കാണുന്നില്ല. മൻ ഹജ്ജ ഹാദൽ ബൈത ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു പ്രാധാന്യം ഇതിന് നൽകിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും ഹദീസുകൾ കാണാം. മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിൽ ഒരാൾ ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുഖ്, അവൻ അശ്ലീലം ചെയ്യുകയോ പറയുകയോ ചെയ്തില്ലെങ്കിൽ, ഖറജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ അവൻ പുറത്തു പോരും. കയൗമ വലദതുഹു ഉമ്മുഹു, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെട്ടതുപോലെ അവൻ പരിശുദ്ധനാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു അമലാണ്. ഒരിക്കൽ ആയിഷ ബീവി, സ്വഹീഹുൽ ബുഖാരി, വേറൊരു ഹദീസ് നീട്ടുന്നില്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയേ അലനാ ജിഹാദ് ഇസ്തഅദൻതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ജിഹാദി, സ്വഹീഹുൽ ബുഖാരി, യുദ്ധത്തിന് പോകാൻ ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിനോട് സമ്മതം ചോദിച്ചു. ആര് പറയുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ നിങ്ങൾ സമ്മതം തരണം. ഫഖാല ജിഹാദുകുന്ന അൽ ഹജ്ജു, സ്വഹീഹുൽ ബുഖാരി, ജിഹാദുകുന്ന, നിങ്ങളുടെ ജിഹാദ്, നിങ്ങളുടെ യുദ്ധം, അൽ ഹജ്ജു, ഹജ്ജാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ വളരെ ചിന്തിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഒരാൾ വന്ന് ഹബീബായ നബിയുടെ ഒരു സഹോദരൻ, ഒരാൾ ഹബീബായ നബിയുടെ അരികിൽ വന്നു, സ്വഹീഹുൽ ബുഖാരി, വേറെ ഒരു ഹദീസ്, നബിയെ എന്റെ സഹോദരിക്ക് ഹജ്ജ് കടമയുണ്ടായിരുന്നു, എന്നാൽ ഫലം തഹുജ്ജ ഫമാതത്, ഹജ്ജ് ചെയ്യാതെ അവൾ മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, മരിച്ചവരുടെ കാര്യത്തിലും ആ കടമ ഇവിടെ ബാക്കിയാകും എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. മരിച്ചവരുടെ കാര്യത്തിൽ ബാക്കിയാകുന്ന അമലുകളിൽ ഒന്ന് ഹജ്ജും ഒന്ന് സകാത്തുമാണ്. നിസ്കാരം അല്ല, നോമ്പല്ല. മനസ്സിലായോ? പ്രധാന അഭിപ്രായം നിസ്കാരമോ നോമ്പോ അല്ല. മരിച്ചവരുടെ കാര്യത്തിൽ ഈ ഭൂമിയിൽ ബാക്കിയാകുന്ന അമൽ രണ്ട് കാര്യമാണ്. ഒന്ന് ഹജ്ജ്, ഒന്ന് സകാത്ത്. അത് അവർക്ക് ഖബറിൽ കിടക്കണമെങ്കിൽ ആ കർമ്മം ഇവിടെ ചെയ്തിരിക്കണം. എന്തുകൊണ്ട്? തടിയോട് മാത്രമല്ല, ധനത്തോടു കൂടി അത് ബന്ധിക്കും. തടിയോട് ബന്ധിക്കുന്ന അമലുകൾ മരിക്കുന്നതോടുകൂടെ തടി മണ്ണിൽ പോയി. ഇത് തടിയോട് മാത്രമല്ല, ധനത്തോടു കൂടി ബന്ധിക്കുന്ന അമലാണ്. അതുകൊണ്ട് ധനം ഇവിടെ ബാക്കിയാകുന്ന കാലത്തോളം ആ കർമ്മം ചെയ്യണമെന്ന് ശറഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ നബിയുടെ അരികിൽ വന്നു ഒരു സഹോദരൻ, ഒരാൾ വന്നു, നബിയെ എന്റെ സഹോദരിക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നു, എന്നാൽ ഫലം തഹുജ്ജ, അവർ ഹജ്ജ് ചെയ്തില്ല, ഫമാതത്ത്, മരിച്ചുപോയി. ഞാൻ എന്ത് ചെയ്യണം നബിയെ? ലൗ കാന അലൈഹാ, ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചു, നബിയെ ഞാൻ എന്ത് ചെയ്യണം? ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, ലൗ കാന അലൈഹാ ദൈനുൻ അകുൻത ഖാലി, അവളുടെ മേൽ വല്ല കടമ ഉണ്ടെങ്കിൽ നീ തന്നെയല്ലേ വീട്ടേണ്ടത്? ഫഖാല നഅം, ഞാൻ തന്നെയാണ് വീട്ടേണ്ടത്, അയാൾ മറുപടി പറഞ്ഞു. ഫഖാല, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖലി ദൈനല്ലാഹി ഫഹുവ അഹഖു ബിൽ ഖലാ, എന്നാൽ അല്ലാഹുവിന്റെ കടം ആദ്യം വീട്ടുക, അതാണ് ഏറ്റവും ബന്ധപ്പെട്ട വീട്ടേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം, ഞാൻ നീട്ടി പറയുന്നില്ല. ഇന്ന് ഇതൊക്കെ ആലോചിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അനന്തര സമ്പത്ത് കിട്ടുമ്പോഴേത്തിന് നിങ്ങൾ ഒന്നാകെ വിഴുങ്ങുകയാണല്ലോ എന്ന് ഖുർആൻ എതിർത്ത് പറയുന്ന ഒരായത്തുണ്ട്. ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ബാപ്പ മരിച്ചുപോയി, ബാപ്പ ഈ മുതലിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് മക്കൾ പരിഗണിക്കാതെ ആ മുതൽ മുഴുവനും മക്കൾ പിടിച്ചടക്കുക. ബാപ്പാന്റെ പേരിൽ ഒരു ഹജ്ജ് ചെയ്യാൻ ഒരാളെ പറഞ്ഞേക്കുന്ന താല്പര്യം മക്കൾക്ക് ഇല്ലാതെയാവുക. ഇതാണ് അനന്തര സമ്പത്ത് മുഴുവനും ബാപ്പ ഇതിൽ വീട്ടേണ്ടത് മുഴുവനും വീട്ടിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാലഘട്ടം കുഫർ തിരിച്ചു വരുന്ന കാലഘട്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് അദബുകളുണ്ട് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട, എല്ലാം കൂടെ പറയാൻ നേരല്ല. മാത്രമല്ല കുറെ നേരത്തെ ചെയ്യേണ്ടതാണ്. എൻ്റെ ഏകദേശ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മുഴുവനും പറയണില്ല. ചില പ്രധാനപ്പെട്ട ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, കൊണ്ടുപോകുന്ന ധനം ഹലാലിന്റെ ധനമാവുക. ഹലാലിന്റെ ധനം അല്ലാതെ ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുന്ദരനാണ്, അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാത്ത ഒന്നും അവൻ സ്വീകരിക്കുകയില്ല. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തിനാണ് അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്?
സ്വീകരിക്കൂല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു കഴിഞ്ഞതാ, സ്വീകരിക്കില്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കണേ, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഫുഖഹാ പറയുന്നുണ്ട്, ഒരാളുടെ കയ്യിൽ രണ്ടു തരം ധനമുണ്ട്. ഒന്ന് തെരിക്കത്തിന്റെ ധനം, ഒന്ന് കസ്ബിന്റെ ധനം. അതായത് ബാപ്പ വഴിയോ അനന്തരമായി മറ്റു വഴിയോ അയാൾക്ക് കിട്ടിയ ധനം, അതും അയാളെ കൈവശമുണ്ട്. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ ധനവും അയാളെ കൈവശമുണ്ടെങ്കിൽ, ഈ രണ്ട് ധനം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ തെരഞ്ഞെടുക്കേണ്ടത് അധ്വാനിച്ച ധനത്തെയാണ്. എന്തുകൊണ്ടെന്നാൽ തെരിക്കത്തിന്റെ ധനം അങ്ങോട്ട് വിചാരിക്കാനല്ലാതെ പൂർണ്ണമായും, അതായത് അനന്തര സമ്പത്ത് ലഭിച്ച ധനം പൂർണ്ണമായി ഹലാലാണോ എന്ന് ഇയാൾക്ക് ഉറപ്പില്ല. ഹലാലാവുമെന്ന് നമ്മൾ വെക്കുന്നു, എന്നാൽ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇത് വളരെ ചിന്തിക്കണം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. ത്വയ്യിബല്ലാത്ത കാര്യം അല്ലാഹു സ്വീകരിക്കുകയില്ല. വളരെ ചിന്തിക്കണം. ഗൾഫിൽ നിന്ന് മക്കൾ പണം അയച്ചു തരുന്നു. ഈ പണം എങ്ങനെ ലഭിച്ചതാണെന്ന് ബോധ്യപ്പെടണം. ഈ പണത്തിന്റെ അടിസ്ഥാനം ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അമലിന്റെ അടിസ്ഥാനം ധനം ചെലവഴിക്കപ്പെടേണ്ട. ലാ യക്സിബു അബ്ദുൻ മാല ഹറാമിൻ ഫയതസദ്ദഖു മിൻഹു ഫയുഖ്ബലു മിൻഹു ഔ യുൻഫിഖു മിൻഹു ഫയുബാരികു ലഹു ഫീഹി ഇല്ലാ കാന സാദഹു ഇലന്നാർ. ശ്രദ്ധിക്കണേ, ഭയങ്കര വല്ലാത്തൊരു വാക്ക. ഒരാള് ഹറാമായ ഒരു മുതൽ ഒരു കാര്യത്തിന് ചെലവഴിച്ചാൽ, ഒരു ഹറാമായ മുതൽ ഒരു കാര്യത്തിന് ഒരാൾ ചെലവഴിച്ചു, എന്നാൽ ഇല്ലാ കാന സാദഹു ഇലന്നാർ, അതയാൾക്ക് നരകത്തിലേക്കുള്ള ഭക്ഷണമായിരിക്കും എന്ന് വിശുദ്ധ ഹബീബായ മുഹമ്മദ് നബി. നോക്കൂ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അപ്പൊ കൊണ്ടുപോകുന്ന പൈസ ഞാൻ നീട്ടണില്ല, അതിനെ സമ്പൂർണതയുടെ ഹലാൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒന്നാമത്തെ അടിസ്ഥാനമാണ്. മറ്റുള്ള പല കാര്യങ്ങളും അല്ലാഹു തആല ഗഫൂറാണ്, അല്ലാഹു പുറത്തു തന്നേക്കാം. പക്ഷേ ഒരാൾ തന്റെ ഹറാമായ ധനം കൊണ്ട് തന്റെ വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക് ഫനാദാ മുനാദിം മിനസ് സമായി ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈക്കയും ഇവിടെ വേണ്ട, നിനക്കൊട്ട് വിജയവുമില്ല എന്ന് ആകാശത്തുനിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് നബി. ഈ മുതൽ എങ്ങനെയാണ് എന്ന് ഉറപ്പിക്കണം. പരമാവധി ആ കാര്യം ശ്രദ്ധിക്കണം. ഇതെങ്ങനെ ലഭിച്ച മുതലാണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന്. മറ്റൊരാൾ നമുക്ക് തരുന്ന മുതലിനേക്കാൾ അവനവന്റെ 10 സെന്റ് ഉണ്ടെങ്കിൽ അത് ഹലാലിൻ്റെതാണെങ്കിൽ അതൊക്കെ വിറ്റ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി നല്ല നിലയിൽ പോകലാണ് നല്ലത്. അല്ലെങ്കിൽ ഹലാല് കൊണ്ട് കടം വീട്ടാമെന്ന നിലയിൽ ഹലാലിന്റെ കടം വാങ്ങിപ്പോകലാണ് നല്ലത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം നോക്കൂ, ശ്രദ്ധിക്കുക. ഒരു അമല് ചെയ്യുന്നതിന് മുമ്പ് ആ ആമിൽ തൗബ ചെയ്തിരിക്കണം. തൗബയാണ് അമലിന്റെ അടിസ്ഥാനം. തൗബ ചെയ്യണം, അത് അമലിന്റെ അടിസ്ഥാനമാണ്. അത്തായിബൂനൽ ആബിദൂനൽ ഹമിദൂനസ് സായിഹൂനർ റാകിഊൻ അസ്സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. സൂറത്തു തൗബ അല്ലാഹു പറയുന്നുണ്ട്. അത്തായിബൂനൽ ആബിദൂൻ, അൽ ആബിദൂന തായിബൂന എന്നല്ല, അത്തായിബൂന അൽ ആബിദൂന. ആദ്യം തൗബയും പിന്നെ ഇബാദത്തും എന്ന. തൗബ ഉണ്ടായാലേ ഇബാദത്ത് സ്വീകരിക്കുള്ളൂ. അപ്പൊ അമൽ ചെയ്യുന്നതിന് മുമ്പ് തൗബ തയ്യാറാകണം. എന്താ തൗബ? അങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്താ തൗബ? അടിസ്ഥാനപരമായ തൗബക്ക് 4 നിബന്ധനകളാണുള്ളത്. ചിലപ്പോൾ 3, ചിലപ്പോൾ 4. 1, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. ഒരു അമൽ അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യാൻ പോണ ആൾ അത് സ്വീകരിക്കുമല്ലേന്ന് അയാളെ ഇപ്പോഴുള്ള നിലവാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ച് അയാൾ ഇങ്ങോട്ട് നന്നായാൽ അയാൾ അമൽ സ്വീകരിക്കും. അല്ലാഹു തആല നന്നാക്കി തരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് പ്രത്യേകിച്ചും ഇത് മുതൽ തന്നെ ഈ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി അങ്ങോട്ട് മാറി നിൽക്കണം. 1, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. 2,
2 ചെയ്ത ദോഷത്തിന്റെ പേരിൽ ഇനി ആ ദോഷത്തിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുക. 2 ഇനി ആ ദോഷത്തിലേക്ക് എന്തു വന്നാലും ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കുന്നു, എനിക്ക് ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അല്ലാഹു തആല തന്നിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, തിന്മകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ആ ആളുകൾക്ക് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ സമയമില്ലാതെ മരിച്ചു പോകുന്ന എത്ര ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഖിയാമത്ത് നാളിലെ ലക്ഷണം തന്നെ പറഞ്ഞത് അയ്യൽഹറ മൗതുൽ ഫുജ്അതി, പെട്ടെന്നുള്ള മരണം പ്രത്യക്ഷമാവുക എന്നാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 3 ചെയ്തു പോയ ദോഷത്തിന്റെ പേരിൽ ഖേദിക്കുക. 4 ഞാൻ വിശദീകരിക്കുന്നില്ല. 4 മനുഷ്യരോട് ബന്ധപ്പെട്ട അഭിമാനം, അതേപോലെ തന്നെ ഇടപാട്, ഇതൊക്കെ പൂർണ്ണമായി പരിഹരിക്കുക. ആരെങ്കിലും അഭിമാനം നമ്മൾ പറിച്ചു ചെയ്യുന്ന സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പോയൊന്ന് ഇങ്ങോട്ട് പറയും, അവരോടൊക്കെ പോയൊന്ന് മാപ്പ് പറയുക, പൊരുത്തപ്പെടിക്കുക. ആരെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കൂട്ടുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. തഖ്വയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ കൂട്ടുക എന്ന. ഹജ്ജിന് പോകുന്നവരോട് അല്ലാഹു പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ ഭക്ഷണവും കൊണ്ടുപോകണം, നിങ്ങൾ ഭക്ഷണവും കൊണ്ടുപോകണം. സാദ് എന്നാൽ ഭക്ഷണം എന്ന്. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അല്ലാഹു പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ ഭക്ഷണം ഒരുക്കി പോണം, എന്തെങ്കിലും ഭക്ഷണവും കൊണ്ടുപോകണം. എന്താ ഭക്ഷണം? നിങ്ങൾ വിചാരിക്കുന്ന കേവലമുള്ള ഭക്ഷണമല്ല, വെള്ളുള്ളി അച്ചാറല്ല, അല്ലെങ്കിൽ അതുപോലത്തെ അവല് കെട്ടിപ്പൊഴിഞ്ഞു കൊണ്ടുപോകലല്ല. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല ഭക്ഷണം തഖ്വയാണ്. അപ്പൊ നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ കൊണ്ടുപോകണം, അവിടെ പോയിട്ടുണ്ടാവുമല്ല, ഇവിടുന്ന് തന്നെ തഖ്വയും കൊണ്ടുപോകണം. അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ പേടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആരംഭിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്തെങ്കിലും വസിയത്തുകൾ ഉണ്ടെങ്കിൽ ആ വസിയത്തൊക്കെ ചെയ്തു വെക്കണം. അതേപോലെ തന്നെ പൊരുത്തപ്പെടിക്കേണ്ട സമ്മതം ചോദിക്കേണ്ട മാതാപിതാക്കളോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ സമ്മതം ചോദിക്കണം. ഭർത്താക്കന്മാരോട് അവരൊക്കെ വാപ്പമാരെ തൃപ്തിപ്പെടുത്തണം. ഭാര്യമാരെ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തണം. ഭർത്താക്കന്മാരെ ഇർളാഹ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂട്ടണം. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് പെണ്ണുങ്ങളോട് പറയുന്നത്. പെണ്ണിന് പ്രധാനപ്പെട്ട അമൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തലാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണ് 5 വഖത്ത് നിസ്കരിക്കുകയും അവളെ മാസത്തിൽ നോമ്പ് നോൽക്കുകയും അവളെ ധനത്തിന് സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് കർമ്മം ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്താൽ പിന്നെ അവളുടെ പ്രവർത്തന പ്രധാനപ്പെട്ട പണി എവിടെയെങ്കിലും ദിക്റിനോ സലാത്തിനോ ഹദ്ദാദിനോ പായലല്ല. അവളുടെ പ്രധാനപ്പെട്ട പണി അവളെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തലാണെന്ന് ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിരിക്കുന്നു. ഇതിൽ തർക്കമില്ല, ഇതിൽ ഇനി തർക്കമില്ലാത്ത വിഷയമാണ്. ഇത് ലോകത്തെ മഹാനായ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. വളരെ ഇത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കർമ്മമായി പെണ്ണുങ്ങൾ ചിന്തിക്കണം. പെണ്ണുങ്ങളുടെ സ്വർഗം ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ്. ഇത് വളരെ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഹജ്ജിന് പോകുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്, ആ സീസണിൽ പ്രത്യേകിച്ചും വാത്സല്യത്തോടുകൂടെ ഭർത്താവിനോട് ബന്ധപ്പെടുകയും ഭർത്താവിന് വയസ്സാണ് ആയെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ആ വാത്സല്യത്തോടുകൂടെ ഭർത്താവിനോട് തൃപ്തിപ്പെടുകയും തൃപ്തിപ്പെടുത്തുകയും ഭർത്താവിന്റെ പ്രധാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാ. 3 വിഭാഗം ആളുകളുണ്ട്, അവരിൽ അവരുടെ നിസ്കാരം പോലും അല്ലാഹു തലക്ക് മുകളിൽ ഒരു ചാണ് പോലും ഉയർത്തുകയില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗത്തെയും ഞാൻ പറയണില്ല, നേരം വൈകും. ഒരു വിഭാഗം വംറഅത്തുൻ, ഒരു പെണ്ണ്, ബാത്തത്ത്, അവളുടെ ഒരു രാത്രി കഴിഞ്ഞു പോയി, വസൗജുഹാ അലൈഹാ സാഖിതുൻ, അവളെ ഭർത്താവ് അവളെ മേൽ കോപിഷ്ഠനാണെങ്കിൽ ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാൻ, അവരെ
അവളുടെ തലക്ക് മുകളിലേക്ക് അവളുടെ നിസ്കാരം ഒരു ചാൺ പോലും ഉയർത്തപ്പെടുകയില്ലെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹോദരിമാർ ഇത് മനസ്സിലാക്കണം. ഇങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ട ആളുകളെ മുഴുവനും തൃപ്തിപ്പെടുത്തണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനം ചെയ്യണം. ഒരു അമലിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ദാനം ചെയ്യുക. ദാനം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ധനം കരുതുക. ദാനം ഏത് അമലിന്റെയും പൂർണ്ണതയിൽ എത്തിക്കുന്ന കാര്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ വിഷയത്തിൽ അറിവ് നേടുക എന്നതാണ്. ഏതൊരു കാര്യത്തിന്റെയും അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വ ഇമാദുദ്ദീൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവാണ്, ഇസ്ലാമിന്റെ ജീവാണ്. മാത്രമല്ല വ ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ വിഷയത്തിൽ അറിവ് നേടണം. ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദ്ദേശം നന്നാക്കുക എന്നുള്ളതാണ്. ഉദ്ദേശം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തൽ മാത്രമാവുക, വേറൊരു ലക്ഷ്യം ഉണ്ടാവരുത്. മദീനയിലേക്ക് ഹിജ്റ വന്ന കൂട്ടത്തിൽ ഒരാൾ മുഹാജിറു മുഹിബ്ബ് ഉമ്മി ഖൈസ്, സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് അതാണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരാൾ ഹിജ്റ വന്നു, സ്വഹാബിയാണ്. ഹിജ്റ വന്നപ്പോ ഇയാളുടെ ഉദ്ദേശം ഹിജ്റയായിരുന്നില്ല, മദീനയിൽ പോയാൽ ഈ പെണ്ണിനെ കെട്ടാം എന്നായിരുന്നു. ഈ ആളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു മനുഷ്യന്റെയും അമൽ സ്വീകാര്യമാകുന്നത് ആ അമലിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിയ്യത്ത് എന്തോ എന്ന അടിസ്ഥാനത്തിലാ. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ആരോടും ഒരു വഅദയും ഏൽക്കണ്ട. ഹജ്ജിന് പോകുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അവരോട് പറയണം ഞങ്ങൾക്ക് അതാത് സമയത്തെത്ത് സ്ഥലത്തെത്തുമ്പോൾ നിങ്ങളെ പറ്റി ഓർമ്മ വരാൻ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പ്രത്യേക ഓർമ്മക്ക് വേണ്ടി. ഓർമ്മ വലിയ കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തൻസനി യാ ഉഖയ്യ ഫീ ദുആഇക്. പൊന്നുമോനെ, കുഞ്ഞുമോനെ, കുഞ്ഞു സഹോദര, നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ എന്നെ മറന്നു കളയരുതെന്ന് മുഹമ്മദ് നബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ ഓർമ്മ ഉണ്ടാവണം. അപ്പൊ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി അവർ പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനത്തെ വഅദകൾ ഏൽക്കാം, അല്ലാതെ ഒരു കാര്യം ഏൽക്കേ വേണ്ട. ഞാൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കൊണ്ടുവരാന്ന് ഒരു കാര്യം ഏൽക്കണ്ട. റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പോവാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഹജ്ജിന് പോകുന്ന പല ആളുകളെയും നശിപ്പിച്ച് കളയുന്നത് സ്വീകരണ കമ്മിറ്റികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുമില്ല, ഞാൻ ഒന്നാണ് പറയേണ്ടത് സംഗതി പറയേണ്ട നേരത്ത് പറയണല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ സത്യത്തിൽ ഇസ്ലാമിലെ 5-ാമത്തെ കർമ്മാണത്. ഹജ്ജിന് പോകുന്ന ആളുകളെ മുഴുവൻ ഇങ്ങനെ നാടാകെ കൊണ്ടു നടക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ശവ്വാൽ ദുൽഖഅദ് 10-ന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇനിയുള്ള പണി സൽക്കാരം അല്ലേ. അതോടുകൂടെ നിങ്ങൾ നിലത്തുനിന്നാണ് വിടും. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പോ ഒരു മഹാന്മാരായി തീർന്നിട്ടുണ്ട്. അതോടുകൂടെ യാ അല്ലാഹ് മഅസ്സലാം, ആ ഹജ്ജ് പോയി കിട്ടും. ഈ സ്വീകരണ കമ്മിറ്റിയുടെ ഈ സ്വീകരണങ്ങളുടെ പിന്നാലെ പെട്ടിട്ട് ഒരു ദുആ ചെയ്യുന്ന മജ്ലിസ് എന്നതിനപ്പുറം ഒരു സ്വീകരണ യോഗം അതേപോലത്തെ കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി അത് അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ പ്രേരിതമാകും എന്നതിനപ്പുറം ഒരു പ്ലസ് പോയിന്റും അതിലില്ല, ഒരു നന്മയും അതിന്റെ പിന്നിലില്ല. എല്ലാ ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നാലെ പെട്ടുപോയി. ആ സ്വീകരണങ്ങളും ഈ സൽക്കാരങ്ങളൊക്കെ പിന്നാലെ പെട്ടുപോയി. സ്വയം മഹത്വവൽക്കരിക്കരുത്. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, 3 കാര്യം ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. 3ഉം കൂടെ ഞാൻ പറയണില്ല, 3ഉം കൂടെ വലിയ വിഷയമാണ്. ഒന്ന്, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന കാര്യത്തിൽ അവൻ തന്നെ ഒരു അത്ഭുതമാണ് തോന്നുക. ഇത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ല? ഒരു മനുഷ്യന് സ്വന്തം തന്നെ വലുതായി തോന്നുക. ഞാനിപ്പോ അത്യാവശ്യം ഒരു മഹാനായിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുക. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പണ്ഡിതന്മാർക്ക് സ്വാഗതം പറയുന്ന ആളുകളൊക്കെ ഇത് നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരെയും നശിപ്പിച്ച് കളയരുത്. ശൈത്താൻ എല്ലാരെയും പിന്നാലെ കൂടും. ഇത് നമ്മൾ ചിന്തിക്കണം, ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ വിശ്വാസികളെ, ഞാൻ നീട്ടി പറയുന്നില്ല, ഇതാണ് ഹജ്ജിന്റെ ആദാബുകളിൽ അത്യാവശ്യമായിട്ടുള്ള പ്രധാന ആദാബുകൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ആദാബുകളും ചിട്ടകളും ഒക്കെ പാലിക്കണം. യാത്രയുടെ അഫ്ളലായ സമയം മനസ്സിലായില്ലേ? ഏറ്റവും നല്ലത്
വ്യാഴാഴ്ച, ഇല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച, അല്ലെങ്കിൽ ശനിയാഴ്ച. ഇതാണ് യാത്രയുടെ അഫ്ളലായ ദിവസം. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്, പ്രാധാന്യമുണ്ട്. ഇതിന്റെ അർത്ഥം അല്ലാതെ പോയാൽ ഹജ്ജ് ബാത്തിലായി എന്നല്ല, അതിൽ അവലക്ഷണം വന്നു എന്നൊന്നല്ല. ഓരോ കാര്യത്തിനും അല്ലാഹു തആല മനസ്സിലാക്കണം കേട്ടോ. അല്ലാഹു തആല ആകാശത്തിന്റെ പണി തുടങ്ങിയത് ഞായറാഴ്ചയാണെന്ന് വിശുദ്ധ ഹദീസിൽ സ്വഹീഹുൽ ബുഖാരി ഹബീബായ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഒരാളൊരു വീട് വെക്കുകയാണെങ്കിൽ ആ വീടിന് തറക്കല്ലിടാണെങ്കിൽ നല്ലത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് എന്ന് ഇതിൽ നിന്ന് ഫുഖഹ ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. ഒരു ഇബാദത്തിന് വേണ്ടി ഒരാൾ തയ്യാറെടുക്കുകയാണെങ്കിൽ പരമപ്രധാനം ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. കാരണം ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊരു സുന്നത്താണ്. കഴിയുമെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുക്കൽ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ വന്നാലും യാതൊരു കുഴപ്പമില്ല. യാത്രക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. യാത്രക്ക് വേണ്ടി കുളിക്കുക, എന്നിട്ട് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ശർഈയായ കാര്യങ്ങളാണ് പറയുന്നത്. യാത്രക്ക് വേണ്ടിയുള്ള നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക, കുളിക്കുക, എന്നിട്ട് യാത്രയുടെ സുന്നത്ത് എന്ന നിലയിൽ കുളിക്കുക. ഇനിയും സുന്നത്തുകൾ വരുന്നുണ്ട്, ഞാൻ പിന്നീട് പറയാം. കുളിക്കേണ്ട 1-ാമത്തെ രംഗം യാത്രക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? ഓരോ ദിവസവും ഓരോ പ്രധാനപ്പെട്ട സമയത്തും കുളിക്കലിന്റെ സുന്നത്ത് ശർഈ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് കുളിക്കണം, അതേപോലെ തന്നെ യാത്രക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. ആ യാത്രക്ക് വേണ്ടി കുളിക്കുക, എന്നിട്ട് യാത്രയുടെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിന്റെ വസ്ത്രമല്ല, യാത്രയുടെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പോ പിന്നെ യാത്രയുടെ വസ്ത്രം ധരിക്കുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം ലഇലാഫി ഖുറൈശ് എന്ന അധ്യായവും സൂറത്തുൽ കാഫിറൂന എന്ന അധ്യായവും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന അധ്യായവും പാരായണം ചെയ്യുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞു. 1 ലഇലാഫി ഖുറൈശ്, 2 ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫാത്തിഹ കഴിഞ്ഞാൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ലഇലാഫി ഖുറൈശ് സഫറുമായി ബന്ധിക്കുന്ന വലിയൊരു അധ്യായമാണിത്. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. 2 അർത്ഥമുണ്ട്. 1 യാത്രക്ക് വേണ്ടി ഇറങ്ങിയ സൂറത്താണ്. 2 അത് കഅബാലയത്തെ പ്രത്യേകമായി എടുത്തു പറയുന്ന അധ്യായമാണ്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അപ്പോൾ കഅബയുമായി ബന്ധപ്പെടുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ട് 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഇലാഫി ഖുറൈശ്, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. തൗഹീദുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 അധ്യായങ്ങൾ ഖുർആനിലുള്ളത്. 1 കാഫിറൂനെയും 1 ഇഖ്ലാസുമാണ്. നമുക്ക് അടുത്ത റക്അത്തിൽ പറയാം. അപ്പോൾ 1 ഇലാഫി ഖുറൈശ്, 2-ാമത്തേത് ഖുൽ യാ കാഫിർ, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ ദുനിയാവിൽ എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അത് മുഴുവനും തീർത്തിരുന്ന അധ്യായമാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. എന്റെ വക പറയല്ല, സ്വഹീഹ് മുസ്ലിം ലം യുറ മിസ്ലുഹുന്ന എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ആയത്തിന്റെ ഭംഗിയുള്ള ഒരു ആയത്ത് വേറല്ല. ഈ ദുനിയാവിലെ വിഷയങ്ങൾ തീർക്കാൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, പടച്ചുവിട്ട എല്ലാ വസ്തുക്കളുടെയും ഷർറിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വമിൻ ശർരി നഫാസാതി അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രിയിൽ ഉണ്ടാകുന്ന ഷർറ്. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, സാഹിരീങ്ങൾ ജ്യോത്സ്യന്മാരെ ഷർറ്, അഭൗതിക ശക്തികളുടെ ഷർറ്. അവസാനം പറഞ്ഞു വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഏതൊരു കാര്യത്തിന് അസൂയ ഉണ്ടാവും. അത് ഇനി ആർക്കും ഉണ്ടാവാം. മനസ്സിലായില്ല? നമ്മളിപ്പോ ഹജ്ജിന് പോവുക, അപ്പൊ വേറെ തന്നെ ഉണ്ടാവും എന്ത്. അപ്പൊ ഈ ലോകത്തുണ്ടാവുന്ന എല്ലാ ഷർറുകളും തടയാൻ ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു അധ്യായം വേറല്ല. അതുകൊണ്ട് 1-ാമത്തെ റക്അത്തിൽ ലഇലാഫി ഖുറൈശ്, ഫാത്തിഹ കഴിഞ്ഞാൽ ലഇലാഫി ഖുറൈശ്, 2 കാഫിറൂന, 3-ാമത്തേത് ഫലഖ്. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ 1 ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് 2-ാമത്തെ റക്അത്തിൽ. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇനി ഒരാൾക്ക് എല്ലാം കൂടി ഓതാൻ മാത്രം നിൽക്കാൻ കരുത്തില്ല,
കഴിവില്ല, കരുത്തില്ല, അല്ലെങ്കിൽ ഈ തിരക്കിൽ ഗഡ്ബഡായിട്ട് എല്ലാം കൂടി ആയിട്ട് ഇയാൾക്ക് വിഷമം തോന്നും, എല്ലാം കൂടി ഒന്ന് വസ്വാസായി പോകും എങ്കിൽ അവർക്ക് ഓരോ സൂറത്തിന്റെ മേൽ ചുരുക്കുകയാണെങ്കിൽ അഫ്ളൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂനയും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഇഖ്ലാസുമാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഇഖ്ലാസ്. ഇനി ശ്രദ്ധിച്ചോളൂ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പൊതു നിയമം പറഞ്ഞുതരാം. ഹജ്ജിനിടയിൽ എവിടെ 2 റക്അത്ത് സുന്നത്ത് പറഞ്ഞാലും അവിടെയൊക്കെ സുന്നത്ത് ഈ 2 സൂറത്താവും. ഏത്? കാഫിറൂനയും ഇഖ്ലാസും. നിങ്ങൾ എവിടെ നിസ്കരിക്കുകയാണെങ്കിലും, അത് മുസ്ദലിഫയിൽ നിസ്കരിച്ചാലും, അത് നിങ്ങൾക്ക് ഹറമിൽ നിസ്കരിച്ചാലും സുന്നത്തായി നിസ്കരിച്ചാലും, അതേപോലെ തന്നെ അറഫയിൽ നിസ്കരിച്ചാലും, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചാലും വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നിസ്കരിച്ചാൽ പോലും പ്രധാന സുന്നത്ത് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂന, മറ്റൊന്നുമില്ല, മറ്റേ യാത്രക്കുള്ളതാ. കാഫിറൂന ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ്. സ്വലാത്ത് ചെല്ലൽ സുന്നത്തായ സ്ഥലത്ത് മുഴുവനും ഹജ്ജിനൊരു പൊതു നിയമമുണ്ട്. ഇബ്രാഹിമി സ്വലാത്താണ് അഫ്ളൽ. മനസ്സിലായില്ല? ഒരു പൊതു നിയമം പറഞ്ഞുതരാ. ഞാൻ എല്ലാം കൂടി പറയാൻ നമുക്ക് നേരല്ലല്ലോ. അപ്പൊ ഒരു പൊതു നിയമത്തിന് സൗകര്യം കിട്ടിയപ്പോ പറയാം. സ്വലാത്ത് സുന്നത്തായ സ്ഥലങ്ങളിലെല്ലാം ഇബ്രാഹിമി സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് തൽബിയത്തിനോടെ ഞാനത് പറഞ്ഞുതരാം. പൊതു നിയമം പറഞ്ഞതാ. എന്നിട്ട് അതിനുശേഷം നോക്കൂ, നിങ്ങൾ ഇരുന്നു കൊണ്ട് ഒരാൾ ഹജ്ജിന് യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങാൻ, അങ്ങനെ നിസ്കാര ശേഷം അവിടെ തന്നെ ഇരുന്നതിന് ശേഷം അയാൾ ആ ഹജ്ജിന്റെ മനാസിക്കിന്റെ പുസ്തകത്തിൽ അല്ലാഹുമ്മ ഇന്നി അതഖറബു ഇലൈക ബിഹിന്ന ഫഖ്ലുഫ്നി ബിഹിന്ന ഫീ അഹ്ലി വമാലി എന്ന് തുടങ്ങുന്ന ഒരു ദുആ ഉണ്ട്. വളരെ വിശദമായ ദുആ ആണ്, ഒക്കെ നോക്കി ചെയ്യാവുന്നതാണ്. ആ സമയം ആ ദുആ ഞാൻ നീട്ടി പറയുന്നില്ല, കാരണം അതിനൊക്കെ സമയം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ആ മനാസിക്കിന്റെ പുസ്തകത്തിൽ നോക്കി അതൊക്കെ ഒന്ന് പരിചയപ്പെടുക, നോക്കി ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോളൂ, നോക്കി ചെയ്യാം. ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ശ്രദ്ധിക്കുക. അത് നേരത്തെ തന്നെ നമ്മളെ വായിൽ 1, 2, 4, 10, 20 തവണ നമ്മൾ പറഞ്ഞിട്ട് അതൊന്ന് പരിചയപ്പെടണം. എന്നാ പിന്നെ അത് എളുപ്പമായി മാറും. ഇനി ഒരാൾക്ക് അറബി പറയാനോ ദിക്ർ ചെല്ലാനോ കഴിഞ്ഞിട്ടില്ല നോക്കുക, ഒരു പേടിയും പേടിക്കണ്ട. വായി കൊണ്ട് പറയേണ്ട ഒരു അമല് ഹജ്ജിൽ ഇല്ല. സുന്നത്തുണ്ട്. ഇത് മുതൽ നമ്മൾ ദിക്റുകൾ സുന്നത്താണ്, ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. ഹജ്ജിന് മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഹജ്ജിന് നടത്തം, ഇരുത്തം, പോക്ക്, വരവ്, ഇതൊക്കെ തന്നെ ഹജ്ജ്. അതിൽ വായി കൊണ്ട് പറയേണ്ട ഒരു വാജിബാത്തോ ഒരു ഫർളോ ഹജ്ജിൽ ഇല്ല. ദിക്റുകൾ മുഴുവനും സുന്നത്താണ്. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ആ അമലിന് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സഹോദരങ്ങളെ? അതെനിക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ. ബാബുസലാമിലൂടെ കയറിപ്പോയപ്പോ ദിക്ർ ചെല്ലുന്നുണ്ട്. ആ ദിക്ർ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല, കേട്ടത് ഇപ്പോൾ ഓർമ്മയില്ല. നമ്മളതിൽ കയറിപ്പോയി, ആ ദിക്ർ ചെല്ലാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ ഹജ്ജ് ബാത്തിലായല്ലോ എന്ന് വിചാരിക്കണ്ട. ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അമലിന്റെ കൂട്ടത്തിൽ ഇത്ര നല്ല ഒരു അമല്, ഇത്ര സുഖമുള്ള ഒരു അമല് വേറൊന്നുമില്ല. അപ്പൊ ആരും പേടിക്കണ്ട. ഈ ദിക്റുകൾ പഠിച്ചാൽ വളരെ നല്ല കാര്യമാണ്. ഒരു കാര്യത്തിന് ബന്ധപ്പെട്ട ആദാബുകൾ പറഞ്ഞാൽ ആ ആദാബ് ചെയ്താൽ ഒരുപാട് കൂലി കിട്ടും. മാത്രമല്ല ആ ആദാബുകൾ അനുസരിച്ച് ആ അമല് കബൂലാകാൻ ഒന്നുകൂടി കാരണമാകും. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക. ഇനി ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല. എന്നിട്ട് അയാൾ യാത്ര പുറപ്പെടുമ്പോൾ യാത്രയുടെ സുന്നത്തായ സൂറത്തുകൾ, യാത്ര പുറപ്പെടുന്ന നേരത്തും സുന്നത്താണ് ലിഇലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഓതുക. നിസ്കാരത്തിന് പുറത്ത്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ലിഇലാഫി ഖുറൈശ് ഓതുക, ആയത്തുൽ കുർസി ഓതുക. അതേപോലെ തന്നെ യാത്ര പുറപ്പെടുന്ന നേരത്തെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിൽപ്പെട്ടതാണ് അവന്റെ കാല് പുറത്തേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് 11 തവണ അവൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അവന്റെ അഹ്ലിനും മാലിനും അവൻ വരുന്നത് വരെ അള്ളാഹു സംരക്ഷകനാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ് വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് 11 പ്രാവശ്യം, ഏതൊരു യാത്രക്കും പുറപ്പെടുന്നതിന് മുമ്പ് 11 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അവൻ വരുന്നവരെ അവന്റെ അഹ്ലിനും മാലിനും ഈ വാക്ക് അല്ലാഹു തആല സംരക്ഷകനാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മആദ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മആദ്. ഒന്ന് പറഞ്ഞു നോക്കിന്റെ ഒപ്പം, എല്ലാവർക്കും കിട്ടുന്നതാ ഒരു എളുപ്പമുള്ള വാക്ക്. ഒരായത്തുമാണ്, മാത്രമല്ല യാത്രന്റെ തുടക്കത്തിൽ വലിയ സുന്നത്താ. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ
ലറാദ്ദുക ഇലാ മആദ് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മആദ് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മആദ്. എന്താ അർത്ഥം? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, ഖുർആൻ നിനക്ക് നിശ്ചയിച്ചു തന്നവനാരോ അവൻ. ലറാദ്ദുക ഇലാ മആദ്, നീ മടങ്ങേണ്ടിടത്തേക്ക് തന്നെ നിന്നെ മടക്കി കൊണ്ടുവരുന്നതാണ്. ഇവിടേക്ക് തന്നെ നമ്മൾ മടങ്ങി വരാനുള്ള ഒരു കരുത്തോടുകൂടി നമ്മളെ വീട്ടിൽ തന്നെ മടങ്ങി വരണല്ലോ. അങ്ങനെയാണ് വേണ്ടത്. ഏത് കാര്യത്തിന് പോകുമ്പോഴും മോമിനിങ്ങളെ വലത്തേക്കാല് ആദ്യം വെക്കലാണ് സുന്നത്ത്. എന്നാൽ യാത്ര പുറപ്പെടുമ്പോൾ ഇടത്തേക്കലൊക്കെ സുന്നത്ത്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളെ വീട് തന്നെയാണ്. അതേപോലെ തന്നെ യാത്രയിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഒരുപാട് ദിക്റുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരുപാട് അനുബന്ധമായ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ യാത്ര പുറപ്പെടുന്ന നേരത്തെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്, ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അതിന്റെ ആദാബുകളൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. മനാസിക്കിന്റെ പുസ്തകത്തിൽ നോക്കി ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ യാത്ര പുറപ്പെടുക. എന്നിട്ട് യാത്ര പോവുക. യാത്ര പോകുന്ന ആളുകൾക്ക് ശറഈ ചില പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ ആനുകൂല്യം എന്താ കാരണം എന്നറിയോ? കാരണം അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബി എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര എന്നത് നരകശിക്ഷയുടെ ഭാഗമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു ബുദ്ധിമുട്ടാ യാത്ര, എങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടാ. അത് മനുഷ്യന് വിഷമുണ്ടാക്കണ കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശറഈ അതിന് ചില 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 പ്രത്യേകമായ പരിഗണനകൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ പറ്റി അന്വേഷിച്ചു. ആ ചെറുപ്പക്കാരന് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ട്, അയാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ലാ അരിഫു, എനിക്ക് ആ മനുഷ്യനെ പറ്റി അങ്ങനെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാതിരിക്കും? അയാൾ നിങ്ങളെ പള്ളിയിൽ വരുന്ന ആളല്ലേ, നിങ്ങളെ ഗ്രാമത്തിലുള്ള ആളല്ലേ എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാ, എന്റെ ഗ്രാമത്തിലുള്ള ആളാണ്, എന്റെ പള്ളിയിൽ വരുന്ന ആളാ, ഒക്കെ ശരിയാ, പക്ഷെ ലാ അരിഫു, എനിക്ക് ആ മനുഷ്യനെ അറിയില്ല. ഒരു മനുഷ്യനും തിരിച്ചറിയാൻ രണ്ട് മാർഗങ്ങളാണ്. ഒന്ന്, ആ മനുഷ്യനുമായി ഇടപാട് നടത്തുക. ഇടപാടിൽ ഏത് ഹോജയാണോ ഔലിയപ്പാപ്പയാണോ നോക്കാം. മിക്കവാറും പൈസയുമായുള്ള ഇടപാട് ഹക്കും ബാത്തിലുണ്ടോ, അല്ലാത്തനൊന്നും ഔലിയല്ല, ശർക്കരയല്ല, ഓനൊക്കെ നുണയനാണ്, അത് ദീനല്ല. അപ്പൊ നല്ലോണം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യുസാഫിറു മഅഹു, ആ മനുഷ്യനുമായി യാത്ര പോകലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് കാര്യം ഇയാളോട് കൂടെ ചെയ്തിട്ടില്ല, ഞാൻ ഇയാളോട് ഇടപാട് നടത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇയാൾ ആ നിലക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, അയാളെ പിന്നെ യാത്ര പോയിട്ടില്ല, അതുമില്ല, അതുകൊണ്ട് എനിക്ക് തിരിയില്ല. ഈ ഹദീസിന് ലക്ഷ്യം പിടിച്ചിട്ട് ഫുഖാഹ് പറയുന്നുണ്ട്, അടുത്ത കുടുംബക്കാർ കൂടെ യാത്ര പോകാതിരിക്കൽ നല്ലതാണ്. തിരിഞ്ഞില്ല, ഇത് യാത്രയാണ്. ആകെ മരുഭൂമിയിലൊന്ന് പെട്ടു നോക്കണം. നിങ്ങളൊക്കെ പെടും എന്നല്ല അതിന്റെ അർത്ഥം, പക്ഷെ പെടും എന്ന് വിചാരിച്ച് പോകണം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് പറഞ്ഞു? യാത്രക്കാരന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു തആല തഹജ്ജുദ് റിക്കാർഡിൽ എഴുതുന്ന റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാം. നിങ്ങൾക്ക് മനസ്സിലായില്ല? സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ യാത്ര പോയി ആ പീരിയഡിൽ അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യുക്തബു ഫീ അമലിഹി, അവന്റെ അമലിൽ അല്ലാഹു തആല അത് എഴുതി വെക്കും. എന്തുകൊണ്ട്? യാത്രന്റെ സീസണിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ അയാൾക്ക് വിഷമം ഉണ്ടാവും, അള്ളാഹ്ക്ക് അറിയാം. അത്തരം വിഷമുള്ള കാര്യമാണ് അത് ഹബീബ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പൊ ഈ യാത്ര എന്ന ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ശറഈന് ചില ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. നല്ലപോലെ ഇതിനെന്തെന്ന് പറയുന്ന സഹോദരങ്ങളെ നല്ലോണം മനസ്സിലാക്കണം. ഇവിടെ ഈ ഹജ്ജ് ഗ്രൂപ്പുകാർ വരെ ഹജ്ജിന് കൊണ്ടുപോകുമ്പോൾ പറയും, അവൻ എങ്ങനെ സൗകര്യമുണ്ട്, ഇങ്ങനെ സൗകര്യമുണ്ട്. സൗകര്യമൊക്കെ അവർ ചെയ്യാം, പക്ഷെ അത് മുഴുവനും കൂടി നടന്നോളം എന്നില്ല. എന്തുകൊണ്ടെന്നാൽ മാനുഷികമാണ് ഈ കാര്യങ്ങൾ. ഇത് പൂർണ്ണമായി പാലിക്കാൻ കഴിയില്ല, നടപ്പുള്ള കാര്യമല്ല. വളരെ വിഷമം സ്വാഭാവികമായി ഉണ്ടാവും. കഴിഞ്ഞ വർഷം എന്താ സംഭവിച്ചത്? മിനയിലേക്ക് വെള്ളം അങ്ങോട്ട് കയറി. കഴിഞ്ഞ വർഷം പോയവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? കഴിഞ്ഞവാ അല്ലേ? വെള്ളം കൊണ്ട് കയറി. എന്താ വെള്ളം കയറിയത്? എന്താ അടിച്ചു വെള്ളം കയറി. അതും 1.5 മണിക്കൂർ. വൈകുന്നേരം വരെ അന്ന് മഴ പെയ്തിരുന്നുവെങ്കിൽ സർക്കാർ എല്ലാ തയ്യാറെടുപ്പ് നടത്തിയിരുന്നത്ര ആളുകളെ പെട്ടെന്ന് മിനയെന്ന് മാറ്റാൻ കഴിയില്ല. അതാണ്, വെള്ളം കുടിക്കാത്ത മണ്ണാണത്. മഴക്ക് വേണ്ടി ദ്വാ ചെയ്തു, മഴ അങ്ങോട്ട് വന്നു. എങ്ങനെയാ മഴ പെയ്തത്? കാർ ഒലിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കാറ് ഒലിച്ചു പോകുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു.
ആ ജാതി മഴ പെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. ഇതൊക്കെ സഹിക്കാൻ നമ്മൾ തയ്യാറായി പോകണം. അതിനൊക്കെ നമ്മൾ അതുകൊണ്ടാണ് ഫലം യറുഫുസ് വലം യഫ്സുഖ്, എന്നിട്ടും ഒരു ആ മോശപ്പെട്ട വാക്ക് അവന്റെ നാവുകൊണ്ട് അവൻ പറയാൻ പാടില്ല. സത്യത്തിൽ ഹജ്ജ് സബ്റാൻ, നല്ല പോലെ ചിന്തിക്കണം. അതുകൊണ്ട് ശറഅയായ ചില ആനുകൂല്യങ്ങൾ നൽകി. ആ ആനുകൂല്യത്തിൽ തന്നെ ആ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാം. ആനുകൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം. 2 റക്അത്ത് 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത്. അതേപോലെ തന്നെ 2 നിസ്കാരത്തെ കൂട്ടി നിസ്കരിക്കാം. ഇതിന് കൂട്ടി നിസ്കരിക്കുന്നതിന് ജംഅ എന്നും 4 റക്അത്തിനെ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് ഖസ്ർ എന്നും പറയുന്നു. ഇതിപ്പോ തന്നെ പഠിക്കുന്ന എന്താണെന്നറിയോ? മറ്റേത് അമലിന്റെയും മുമ്പ് അള്ളാഹു നൽകിയ ആനുകൂല്യം അതാണ്. ജമ്മിന്റെയും ഖസ്റിന്റെയും ആനുകൂല്യം ഒരാളുടെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടുന്നതോടുകൂടെ ആരംഭിക്കുന്നതാണ്. മനസ്സിലാവണം, കരിപ്പൂരെത്തേണ്ട ആവശ്യമില്ല. സ്വന്തം ഗ്രാമം വിടുന്നതോടുകൂടെ ഈ ആനുകൂല്യം ശറഅ നൽകും. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്താക്കുക. പിന്നെ ജമ്മാക്കി നിസ്കരിക്കുക. 2 നിസ്കാരത്തെ 1 ആക്കുക. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ജമ്മും ഖസറിന്റെ നിബന്ധനകളിൽ പ്രധാനപ്പെട്ട കാര്യം, ഖസറിന്റെ പ്രധാനപ്പെട്ട കാര്യം, സുബൈ നിസ്കാരത്തിലും മഗ്രിബ് നിസ്കാരത്തിലും ഖസർ ഇല്ല. സുബൈ നിസ്കാരത്തിലും ഇല്ല, മഗ്രിബ് നിസ്കാരത്തിലും ഖസർ ഇല്ല. കാരണം അതിൽ ഒന്നിൽ 2 റക്അത്തും ഒന്നിൽ 3 റക്അത്തുമാണ്. ഖസർ ഒറ്റക്കും ചെയ്യാവുന്നതാണ്, ജമ്മിനോട് കൂട്ടിയും ചെയ്യാവുന്നതാണ്. ളുഹറിൽ ജമ്മുമുണ്ട് ഖസറുമുണ്ട്, അസ്റിൽ ജമ്മുമുണ്ട് ഖസറുമുണ്ട്, ഇശാഇൽ ജമ്മും ഖസറുണ്ട്, മഗ്രിബിൽ ജമ്മുണ്ട് ഖസറില്ല. ളുഹറിനെ അസ്റിലേക്ക് ചേർത്ത് നിസ്കരിക്കുക. ചേർക്കുമ്പോൾ 2 നിലക്ക് ചേർക്കാം. ഒന്നിരിക്കൽ മുന്നിലേക്ക് വലിക്കുക, അല്ലെങ്കിൽ പിന്നിലേക്ക് വലിക്കുക. മുന്നിലേക്ക് വലിക്കുന്നതിന് തഖ്ദീമിന്റെ ജമ്മ് മുന്തിച്ച് ജമ്മാക്കുക എന്ന് പറയുന്നു. പിന്നിലേക്ക് വലിക്കുന്നതിന് പിന്തിച്ച് ജമ്മാക്കൽ തഖീറിന്റെ ജമ്മ് എന്ന് പറയുന്നു. ഈ അവസരത്തിൽ തന്നെ ളുഹറിനെ 2 റക്അത്തും അസറിനെ 2 റക്അത്തും. ളുഹറിന്റെ നേര ഇപ്പൊ നമ്മൾ യാത്ര തുടങ്ങിയിട്ടില്ല. ഇപ്പൊ സൗകര്യമുണ്ട്, വാഹനത്തിൽ കയറിയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഗ്രാമം വിട്ട് കടന്നിട്ടുണ്ട്, വാഹനത്തിൽ കയറിയിട്ടില്ല. ഒരു നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി, അല്ലെങ്കിൽ സൗകര്യത്തിലാണ് എങ്കിൽ നമുക്ക് ളുഹറിന്റെ നേരമാണ്, നമ്മൾ ളുഹർ നിസ്കരിക്കുക. ആ കൂട്ടത്തിലേക്ക് എന്തും ചെയ്യാം, അസർ ഇങ്ങോട്ട് വലിക്കുക. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്. എന്താ? ളുഹർ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അസർ ഇതോടുകൂടെ നിസ്കരിക്കും എന്ന് ഉദ്ദേശിക്കേണ്ടതാണ്. പറയണ്ട, മനസ്സിൽ കരുതുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? 1ാമത്തെ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കുന്നു പറയണ്ട. പറഞ്ഞ വാത്തിലായി, മനസ്സിലായില്ല? പറയണ്ട. എന്ത് ചെയ്യാ? ഇത് കഴിഞ്ഞാൽ എനിക്ക് മുന്തിച്ച് ജന്മമാക്കണം എന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം മുതൽ എപ്പോഴും സലാമിന്റെ മുമ്പ് മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ അസറും നിസ്കരിക്കുമെന്ന് ഉദ്ദേശിക്കുക. എന്നിട്ട് ളുഹർ ഖസറും ജമ്മുമായി ളുഹറും 2 റക്അത്ത് നിസ്കരിക്കുക, അസറും 2 റക്അത്ത് നിസ്കരിക്കുക. ഏത് സമയത്ത്? ളുഹറിന്റെ സമയത്ത്. മനസ്സിലായോ നിങ്ങൾക്ക്? ചെയ്യണമെങ്കിൽ 1ാമത്തെ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ 2ാമത്തെ നിസ്കാരം കൂടി മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കണം. 1. പോയിന്റ് നമ്പർ 2, 1ാമത്തെ നിസ്കാരത്തിന്റെയും 2ാമത്തെ നിസ്കാരത്തിന്റെയും ഇടയിൽ ഒരു ഇഖാമത്തിന്റെ സമയമല്ലാത്ത ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. 1ാമത്തെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും സുന്നത്താണ്, 2ാമത്തെ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്തെ മാത്രം സുന്നത്താണ്. നിങ്ങൾ പോകുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിക്കണം. 1ാമത്തെ നിസ്കാരം കഴിഞ്ഞ മുമ്പ് 2ാമത്തിനെ ഉദ്ദേശിക്കുക. 1ന്റെയും 2ന്റെയും ഇടയിൽ ഒരു ഇഖാമത്തിന്റെ സമയത്തേക്കാൾ കൂടുതൽ കൂട്ടാതിരിക്കുക. ഇഖാമത്ത് മാത്രം അതിന്റെ അപ്പുറം പാടില്ല എന്ന് മാത്രമല്ല, അതിന്റെ അപ്പുറം സമയവും കൂട്ടരുത്. 1ാമത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ബാങ്ക്, പിന്നെ അവിടെ സുന്നത്തില്ല. 1ാമത്തെ നിസ്കാരത്തിന് വേണ്ടി എന്തുകൊണ്ട് സുന്നത്തില്ല? എന്റെ ശറഅത്തിൽ സുന്നത്തില്ലാതാക്കിയത്? അതിനിടയിൽ സമയം നീട്ടാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പറഞ്ഞ കാര്യം. അപ്പൊ 1ാമത്തെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കുക, 2ാമത്തെ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് മാത്രം നിസ്കരിക്കുക. ഖലാസ്. അപ്പൊ ളുഹർ 2, അസർ 2, ജമ്മുമായി ഖസറുമായി. ഇനി ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കാം, ളുഹറിന്റെ നേരത്ത് നമ്മൾ യാത്രയിലാണ്, നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞത്? ശരിക്കും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൽ യാത്രയിൽ ഏറ്റവും
പേക്കുന്ന ഒരു വിഷയവും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, നിങ്ങളെപ്പോലത്തെ ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജമ്മ് ഖസറിന്റെ മസല നല്ലോണം മനസ്സിലാക്കണം. ഇതെപ്പോഴും പേക്കാൻ സാധ്യതയുണ്ട്, കൂട്ടം തെറ്റാൻ സാധ്യതയുണ്ട്, മറക്കരുത്, നല്ല പോലെ ചിന്തിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, പിന്നെ ഇനി തഖീറാക്കി ജമ്മാക്കുകയാണെങ്കിൽ, അഥവാ ളുഹറിന്റെ നേരത്ത് നമ്മൾ യാത്രയില്ല, അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ നേരമില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? അസറിനെ നിസ്കരിക്കുക, അസറിന്റെ സമയത്ത് നിസ്കരിക്കുക. അതിന് തഖീറിന്റെ ജമ്മ പിന്തിച്ച് ജമ്മാക്കൽ എന്ന് പറയുന്നു. അതിനൊരു നിബന്ധന, ളുഹറിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ജമ്മിനെ നിയത്ത് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? ളുഹറിന്റെ സമയം കഴിയുന്ന മുമ്പ് ഞാൻ ഈ നിസ്കാരത്തെ അസറിൽ ചേർത്ത് നിസ്കരിക്കുന്നു കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ ഖലാഇന്റെ കുറ്റം ഉണ്ടാവും. ഈ കരുതുന്നതോട് കൂടെ പിന്നെ അസറിന്റെ നേരത്തുള്ള ഈ നിസ്കാരം അദാ ആയി സംഭവിക്കും. അദാ ലില്ലാഹി തആല എന്ന് പറയൽ മാത്രമല്ല, അദാ ആണ്, ഖലാ അല്ല, ശർഈയായ ആനുകൂല്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ? മനസ്സിലായില്ലേ? ഒന്നും കൂടി ഞാൻ മനസ്സിലായില്ലേ? തഖീറാക്കി പിന്തിച്ച് ജമാക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയം, അതായത് ളുഹറിന്റെ ടൈം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ നിസ്കാരത്തെ അസറിലേക്ക് ചേർക്കുമെന്ന് വാഹനത്തിൽ ഇരുന്നോ മറ്റോ നിങ്ങളാണ് കരുതിയാൽ മതി. നവൈത്തു എന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതൊന്നിനുമില്ല. ഇനിയിപ്പോ ളുഹറിപ്പം നിസ്കരിക്കുകയാണെങ്കിൽ നവൈത്തു ഉസല്ലി ഇങ്ങനെയൊക്കെ പറയല്. ഇതൊന്നും വാജിബല്ല. ഇതൊന്നും തലയെ കൂടി വല്ലാതെ കയറ്റിയിട്ട് ഭ്രാന്താവണ്ട. അതൊന്നും വാജിബല്ല. വായു കൊണ്ട് പറയൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ നിസ്കാരം, അതായത് രണ്ടാമത്തെ വഖത്തിലേക്ക് ചേർത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ, തഖീറിന്റെ ജമ്മാണെങ്കിൽ അത് ഒന്നാമത്തെ സമയം കഴിയുന്ന മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് എവിടെ മതി? പറയാം. പക്ഷെ എന്തു മതി? കൽബിൽ കരുതിയാൽ മതി. ഞാൻ രണ്ടാമത്തെ വഖത്തിൽ നിസ്കരിക്കും, ഇത് ഞാൻ ജമ്മാക്കി നിസ്കരിക്കാൻ, പിന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കാന്ന് കരുതിയാൽ മതിയാവുന്നതാണ്. പക്ഷെ അത് കരുതിയിരിക്കണം. കരുതാത്ത സാഹചര്യത്തിൽ ഈ നിസ്കാരം ഖലാ ആയിരിക്കും, ഖലാഇന്റെ കുറ്റക്കാരനാവും. ഖലയാക്കിയാലാകട്ടെ പ്രധാന അഭിപ്രായം ഖസറിന്റെ ആനുകൂല്യം ഉണ്ടാകുന്നതല്ല. യാത്രക്കാരൻ അദാ ആയി നിസ്കരിക്കുമ്പോൾ മാത്രമേ, പ്രധാന അഭിപ്രായ പ്രകാരം അദാ ആയി നിസ്കരിക്കുമ്പോൾ മാത്രമേ ഈ ഖസറിന്റെ ആനുകൂല്യം ഉള്ളൂ. ഖലാ ആയി നിസ്കരിച്ചാൽ പിന്നെ 4 റക്അത്ത് 2 ആക്കി ചുരുക്കാൻ പാടില്ല. അതിനെ പൂർണ്ണമായി 4 ആക്കി നിസ്കരിക്കണം. എന്നാ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്നറിയോ? ഒരു യാത്രയിലാകുമ്പോൾ ഒരു ആ സമയത്തിന്റെ ഹുർമത്ത് പാലിക്കുക. ഞാൻ ഇപ്പൊ യാത്രയിലായതുകൊണ്ടാ, എന്നാലും റബ്ബേ നിന്റെ നിസ്കാരം ഞാൻ മറന്നിട്ടില്ല, ഈ നിസ്കാരം ഞാൻ അടുത്ത വഖത്ത് നിസ്കരിക്കും എന്ന് ഒരു വഖത്തിന്റെ ഹുർമത്തിനെ പാലിക്കലാണ്. എന്നാണ് അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആദരിക്കുകയാണ് സത്യത്തിൽ തഖ്വ. അള്ളാഹുവിന്റെ അടയാളങ്ങൾ, അള്ളാഹു ആദരിച്ച സമയങ്ങളും അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളും അള്ളാഹു ആദരിച്ച വ്യക്തികളുമാണ് എന്ന് ഈ ആയത്തിന്റെ തഫാസിറിൽ കാണുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആ സമയത്തെ ആദരിക്കലിന്റെ ഭാഗമാണത്. മഗ്രിബ് നിസ്കാരത്തെ ഇശയിലും ഇങ്ങനെ ചെയ്യാം. പക്ഷെ മഗ്രിബിൽ ഖസറില്ല, ജമ്മു മാത്രമേ ഉള്ളൂ. മഗ്രിബിന്റെ നേരത്തെ മഗ്രിബ് നിസ്കരിച്ചു, ഉടനെ തന്നെ ഇശ 2 റക്അത്ത് നിസ്കരിച്ചു. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഖസറാക്കി നിസ്കരിക്കുന്ന ആൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടില്ല. ഖസറാക്കി നിസ്കരിക്കുന്ന ആൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരരുത്. അത് നല്ല പോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ അവർക്ക് ജമാഅത്തായി നിസ്കരിക്കാവുന്നതാണ്. ഇപ്പൊ മുസാഫിരിങ്ങൾ മാത്രം അവർ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ജമാഅത്ത് ഖസറിലും ജംഇലും സുന്നത്ത് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഖസറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ പോലും ജമാഅത്ത് സുന്നത്ത് ഉണ്ട്. പക്ഷെ അത് ആരോട് തുടരരുത്? പൂർത്തിയായി നിസ്കരിക്കുന്നവൻ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവൻ ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക് സഹോദരങ്ങളെ? അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എന്നാൽ ഇനി ജമ്മു ഒരാൾ ഖസറാക്കാതെ ഒരാൾ ഒരു വഖത്തിൽ ജമ്മാക്കി കൂട്ടാണ് എങ്കിൽ പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് തുടരാം. ഉദാഹരണം പറയാം. ഒരാൾ മഗ്രിബ് നിസ്കരിക്കുന്നുണ്ട് ജമാഅത്തായി അവിടെ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ ജമാഅത്തിൽ പങ്കെടുത്തു, മഗ്രിബ് നിസ്കരിച്ചു. എത്ര റക്അത്ത്? 3 റക്അത്ത്. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാരും സലാം വീട്ടി സൊഫിലിരിക്കുന്നു. ഇയാൾ ഒറ്റക്ക് എണീറ്റിട്ട് 2 റക്അത്ത് എന്ത് നിസ്കരിച്ചു? ഇശ നിസ്കരിച്ചു. തെറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ?
ഇയാളിപ്പോ മനസ്സിലാണല്ലേ, ഒരു തെറ്റുമില്ല. അതിന്റെ അർത്ഥം അവർ ഈ ജമാഅത്തിൽ നിന്നൊക്കെ മാറിപ്പോകണമെന്നല്ല. അതിന്റെ ശറഈയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഖസ്റാക്കി നിസ്കരിക്കുന്ന ആൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടില്ല എന്ന് മാത്രമേ തൽസംബന്ധമായ നിബന്ധനയുള്ളൂ. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ഈ ശറഈയായ ആനുകൂല്യം 131 കിലോമീറ്റർ ഉള്ള യാത്രയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 മർഹലയുണ്ടാകണം. 2 മർഹലയിൽ പ്രധാന അഭിപ്രായ പ്രകാരം 65.5 കിലോമീറ്ററാണ്. ഇങ്ങോട്ട് മനസ്സിലാക്കി. പോക്ക് വരവോട് കൂടിയല്ല, പോക്ക് മാത്രം 131 കിലോമീറ്റർ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ഉള്ളൂ. ഇവിടുന്ന് കോഴിക്കോട്ടങ്ങാടിക്ക് പോകുന്നവർക്ക് ഈ ആനുകൂല്യം ഇല്ല. അത് ചേകനൂരിന്റെ ആനുകൂല്യമാണ്. ചേകനൂരിന് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. ചേകനൂർ പറഞ്ഞിരുന്നു സഫർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മർഹലയും മറ്റും കണക്കൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാണൂരിന്ന് കുറ്റിപ്പുറത്തേക്ക് മീൻ വാങ്ങാൻ വന്നാലും അദ്ദേഹം ഖസറാക്കി നിസ്കരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ചേകനൂരിന്റെ ആനുകൂല്യമാണ്. അത് ശറഈയായ ആനുകൂല്യമല്ല. ശറഈയായ ആനുകൂല്യം ഇങ്ങനെയാണ്: 2 മർഹല ദൂരമുണ്ടായിരിക്കണം. 2 മർഹല 131 കിലോമീറ്റർ ദൂരമാണ്. 196 കിലോമീറ്ററിനേക്കാൾ കൂടുതലുള്ള യാത്രയാണെങ്കിൽ ഖസറിന്റെയും ജമ്മിന്റെയും ആനുകൂല്യം സ്വീകരിക്കൽ സുന്നത്താണ്. 131 കിലോമീറ്ററോ മറ്റോ ആണ് എങ്കിൽ ആ ആനുകൂല്യം സ്വീകരിക്കൽ ജായിസാണ്. നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ പറയുന്നത് കേട്ടോ. ഷാഫിഈ ഫിഖ്ഹാണ് ഈ പറയുന്നത്, നല്ലോണം മനസ്സിലാക്കണം. 131 കിലോമീറ്റർ ആണ് എങ്കിൽ ഈ ആനുകൂല്യം സ്വീകരിക്കൽ ജായിസാണ്. 196 കിലോമീറ്ററിന്റെ മേലെയുള്ള യാത്രയാണെങ്കിൽ ഈ ആനുകൂല്യം സ്വീകരിക്കൽ സുന്നത്താണ്. ശറഅ ഒരു കാര്യം നമുക്ക് തന്നാൽ ആ കാര്യം നമ്മൾ സ്വീകരിക്കുക സുന്നത്താണ്. നല്ലോണം മനസ്സിലാക്കണം. ഇത് 196 മറ്റൊന്നുമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ആനുകൂല്യം സ്വീകരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാവുന്നു. ഇനി ചിന്തിക്കേണ്ട കാര്യം പ്രധാനപ്പെട്ടത് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലെത്തി. ഞാൻ ആ യാത്രന്റെ വഴിക്കൊഴിക്കുന്നതാണ് പറയാം, അതാണ് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പം എന്ന നിലവാരിൽ. കരിപ്പൂർ എയർപോർട്ടിലെത്തിയാൽ പിന്നെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാ. ഇനി നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഹജ്ജിനാണ് നമ്മൾ പോണെങ്കിലും മനസ്സിലാക്കണം കേട്ടോ, മനസ്സിലാക്കണേ. ഹജ്ജിനാണ് നമ്മൾ പോകുന്നതെങ്കിലും ഹജ്ജിന് പോകുന്ന ആളുകൾ ഏകദേശം ഇന്ന് പോകുന്നത് ഉംറക്കാണ്. ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് പോകുന്നത് സത്യത്തിൽ ഉംറക്കാണ്. അതിന് തന്നെ രണ്ട് ശൈലിയുണ്ട്. കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ഹജ്ജിൽ പോയ ആളുകൾ ഇവിടുന്ന് നേരെ മദീനത്തേക്ക് പോയി, പിന്നെ മദീനയിൽ നിന്നാണ് അവര് മക്കയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോ പിന്നെ ഇവിടെ നിന്ന് ഇഹ്റാമിന്റെ ഒരു ചാൻസ് ഇല്ല. ഇനി ഇവിടുന്ന് ഇഹ്റാം ചെയ്യാനുള്ള സൗകര്യപ്പെട്ട ആളുകൾ തന്നെ ഇവിടുന്ന് പോകുന്ന ആളുകൾ അത് ഒരു പക്ഷേ മദീനയിൽ നിന്ന് പോവുകയാണ് എങ്കിലും അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പോവുകയാണെങ്കിലും മദീനയിൽ നിന്ന് പോവുകയാണ് എങ്കിലും ഇവിടുന്ന് പോവുകയാണ് എങ്കിലും മക്കയിൽ പ്രവേശിക്കുന്ന ആളുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇഹ്റാമും ബിൽ ഉംറയാണ് അവർ ചെയ്യുന്നത്, ഇഹ്റാമും ബിൽ ഹജ്ജ് അല്ല. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കൂട്ടക്കാർ കരിപ്പൂരിൽ തന്നെ ഇഹ്റാം കെട്ടിപ്പോകും, അതും ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ ഒന്ന്. ഇനി ഒരു കൂട്ടക്കാർ മദീനയിൽ പോയിട്ട് മദീനയിൽ നിന്ന് ഇഹ്റാം കിട്ടും. ആ ഇഹ്റാമും ഉംറന്റെ ഇഹ്റാമാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇവരെ മദീന സിയാറത്ത് കുറച്ച് നേരത്തെ ആയിനേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം, ലാസ്റ്റ് പറയാം. നമ്മളെ വിഷയം ഹജ്ജാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? നല്ലപോലെ ഇത് ചിന്തിക്കണം. അപ്പൊ ഉംറക്ക് ഇഹ്റാം ചെയ്താണ് പോണത്. അപ്പൊ അതല്ല, നല്ലപോലെ മനസ്സിലാക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഇഹ്റാമിന് 4 ശൈലികളുണ്ട്. ആ 4 ശൈലികളിൽ ഇന്ന് തമത്തുഇന്റെ ശൈലിയാണ് ഏകദേശം എല്ലാവരും ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. ഇഹ്റാമിന് 4 ശൈലിയുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഇന്ന് നമ്മൾ ഏകദേശം സ്വീകരിക്കുന്ന ആളുകളൊക്കെ മക്കയിൽ പ്രവേശിക്കുന്ന ആളുകൾ മക്കയിൽ പോകുന്നത് ഉംറക്ക് ഇഹ്റാം കിട്ടിയാണ്. അപ്പൊ ഇഹ്റാമിനോട് അനുബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. അത് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ശ്രദ്ധിക്കുക. ഇഹ്റാമിനോട് അനുബന്ധിക്കുന്ന ആദാബുകൾ ഏകദേശം എല്ലാം ഒന്നാണ്. ഒന്ന്, ഇഹ്റാമിന് വേണ്ടിയിട്ട് കുളിക്കുക സുന്നത്താണ്. കുളി സുന്നത്തായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. കുളി സുന്നത്തായ ഇഹ്റാം മാത്രമല്ല, മൊത്തമാണ് പറഞ്ഞുതരാം. എന്നാ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ അറിയാതെ ആവണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കുക. ഇഹ്റാമിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. നേരത്തെ നമ്മൾ സഫറിന്റെ കുളി പറഞ്ഞു, അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല. ഏതൊരു സഫറിനും കുളിക്കണം. 2 മർഹലുള്ള ദൂരം ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ യാത്രക്ക് വേണ്ടി കുളിക്കണം. അത് കച്ചവടത്തിന് വേണമെങ്കിൽ കുളിക്കണം. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഹജ്ജുമായി ബന്ധപ്പെടുന്ന കുളിയാണ് പറയുന്നത്. ഒന്ന്, ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി 1. 2, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക. അതേപോലെ തന്നെ ആ കൂട്ടത്തിൽ എഴുതി വെച്ചോളൂ, അതിനൊരു ബി, മദീനയിൽ പ്രവേശിക്കാൻ വേണ്ടിയും കുളിക്കുക. ഇനി മറ്റൊരു കുളി, അറഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കുക.
ദുൽഹജ്ജ് 9 രാവിലെ, ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് ശേഷമാണല്ലോ അറഫയിൽ നിൽക്കേണ്ടത്. അതിന് ദുൽഹജ്ജിന്റെ 9 രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വൃത്തിയായി നേരെ പുറപ്പെടുക. മനസ്സിലായില്ലേ? അറഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കുക. ഇനി മുസ്ദലിഫയിൽ നിൽക്കാൻ വേണ്ടി രാത്രി അറഫയിൽ നമ്മൾ വരും, എന്നിട്ട് നമ്മൾ മുസ്ദലിഫയിലേക്ക് പോരും. ആ നേരത്തെ മുസ്ദലിഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കുക. മുസ്ദലിഫയിൽ നിൽക്കാം. ഇതൊക്കെ സുന്നത്താണ്. കുളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് നമുക്കതിന് സൗകര്യം ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇഫാദത്തിന്റെ തവാഫിന് വേണ്ടി കുളിക്കുക. ഇഫാദത്തിന്റെ തവാഫ് എന്നാൽ ഹജ്ജിന്റെ റുക്കിനായ തവാഫ് പിന്നീട് പറയും. കുളിക്കുക. മറ്റൊന്ന് മുടി കളയാൻ വേണ്ടി കുളിക്കുക. മുടി കളയലിന്റെ ആദാബ് പൂർണ്ണമാകണമെങ്കിൽ കളയണോനും കുളിക്കണം. അപ്പോ മുടി കളയാൻ വേണ്ടി കുളിക്കുക. ശ്രദ്ധിക്കുക. പിന്നെ അയ്യാമു തശ്രീഖിലെ ഏറിന് വേണ്ടി കുളിക്കുക. അയ്യാമു തശ്രീഖിലെ ഏറിന് വേണ്ടി കുളിക്കുക. അതിൽ 3 കുളി വരും. അതായത് ദുൽഹജ്ജ് 11 അന്ന്, പിന്നെ 12 അന്ന്, 13 അന്ന്, അങ്ങനെ വരും. അതേപോലെ തന്നെ വദാഇന്റെ തവാഫിന് വേണ്ടി കുളിക്കുക. വദാഇന്റെ തവാഫ് എന്നാൽ മക്കയോട് നമ്മൾ യാത്ര പറഞ്ഞു പോരുന്ന തവാഫാണ്. ശ്രദ്ധിക്കുക. ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പ്രധാനമായി കുളിക്കൽ ഹജ്ജിനോട് അനുബന്ധിക്കുന്ന ആദാബുകളിൽപ്പെട്ടതാണ്. എഹ്റാമിന് വേണ്ടി കുളിക്കുക. കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നീക്കം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. യാത്രക്കാരാവുമ്പോൾ നേരത്തെ തന്നെ ആ കാര്യം ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഏറാൻ കെട്ടി പോകുന്ന ആളുകൾ നേരെ മറിച്ച് മദീനയിൽ പോയി ഒരാഴ്ച നിന്നിട്ടാവുമ്പോൾ വീണ്ടും അതൊക്കെ ഒന്നുകൂടെ ചെയ്യുന്നത് നല്ലതാണ്. നീക്കം ചെയ്യേണ്ട വസ്തുക്കളൊക്കെ ശരീരത്തിൽ നീക്കം ചെയ്യുക. മുസ്ലിം എപ്പോഴും ഒരു വൃത്തിയിലായിരിക്കണം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമിനെ കണ്ടാൽ തന്നെ മുസ്ലിമാണെന്ന് തോന്നിയിരിക്കണം. ഹബീബായ റസൂൽ അവന്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട വസ്തുക്കൾ നീക്കം ചെയ്യുക. ഖലമുൽ അലാഫിരി, അവന്റെ നഖത്തെ വെട്ടിക്കളയുക. മാത്രല്ല, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ശറഇൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഖിത്താൻ. നീക്കം ചെയ്യപ്പെടേണ്ട വസ്തു ആണുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഖിത്താൻ ചെയ്യുക, ചേലാക്രമം ചെയ്യുക, നീക്കം ചെയ്യേണ്ട കാര്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഒരു നിർബന്ധ കടമയായി ബഹുമാനപ്പെട്ട ശറഅ് നമ്മളെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇന്നതൊന്നും പറയണില്ല. നീക്കം ചെയ്യപ്പെടേണ്ട താടി രോമങ്ങൾ, പിന്നെ മീശ വെട്ടുക, അതേപോലെ തന്നെ മീശ വെട്ടുക, താടി നീട്ടുക, ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് സുന്നത്തായ കർമ്മമാണ്. താടി വെക്കുകയും മീശ വെട്ടിക്കളയുക, അതൊക്കെ ദീനിന്റെ ശിആറിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ കക്ഷരോമങ്ങൾ, ഗുഹ്യരോമങ്ങൾ, ഇതൊക്കെ നീക്കം ചെയ്യുക. അങ്ങനെ ശരീരത്തിൽ നീക്കം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുക. എന്നിട്ട് കുളിക്കുക. ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. കുളിച്ചതിന് ശേഷം ശരീരത്തിൽ സുഗന്ധ വസ്തുക്കൾ പുരട്ടുക. ശരീരത്തിൽ നോക്കൂ, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പുരട്ടാവുന്നതാണ്. പക്ഷെ ചില നിബന്ധനകൾ ഞാൻ പിന്നീട് പറയാം. പുരട്ടാം. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഇഹ്റാമിന് വേണ്ടിയുള്ള ഈ കുളിക്കണോടുകൂടെ ശരീരത്തിൽ പുരട്ടാവുന്ന സുഗന്ധ വസ്തുക്കളൊക്കെ പുരട്ടുക. എന്നിട്ട് ഇഹ്റാമിന് വേണ്ടി 2 റക്അത്ത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. ശ്രദ്ധിക്കുക, ഇഹ്റാമിന് പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ വസ്ത്രം ഇല്ല. പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ വസ്ത്രമില്ല. ആണുങ്ങളെ വസ്ത്രം ഇങ്ങോട്ട് ശരിക്കും, ആണുങ്ങളെ വസ്ത്രം തുന്നിക്കൂട്ടാത്ത 2 മുണ്ടാണ്. ഒരു മേൽമുണ്ടും ഒരു ഇസാറും ഒരു മേൽമുണ്ടുമാണ് ആണുങ്ങൾക്കുള്ള വസ്ത്രം. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ സഹോദരങ്ങളെ? അതാണ്, നല്ലോണം മനസ്സിലാക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. കുളിച്ചു, എന്നിട്ട് പിന്നെ പെർഫ്യൂം ഒക്കെ പുരട്ടി, എന്നിട്ട് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. നല്ല പോലെ അത് മനസ്സിലാക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. ചില ആളുകൾ ഈ കരിപ്പൂരിലൊക്കെ കാണാം. ചില ആളുകൾ ഇങ്ങനെ പിന്നെ ഇൽത്തിബായ് ചെയ്യും. മനസ്സിലായില്ല? ഒരു കയ്യിന്റെ മനസ്സിലല്ലേ? അങ്ങനൊന്നും ചെയ്യൽ സുന്നത്തില്ല. അതൊക്കെ തവാഫ് സഈന്റെ സുന്നത്താണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ശരീരത്തിൽ ഇടൽ മാത്രമേ സുന്നത്തുള്ളൂ. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞാല് ഒരു കക്ഷത്തിന്റെ മുകളിലേക്കാക്കിയിട്ട് മറ്റേ കക്ഷത്തിന്റെ താഴേക്കാക്കുക എന്നു മനസ്സിലാക്കണ്ട. ആ ശരീരത്തിലേക്ക് ആ വസ്ത്രം വെക്കാന്നേ ഉള്ളൂ. ഈ കക്ഷത്തിന്റെ കൈയിന്റെ താഴെ ഭാഗത്തേക്കാക്കുക എന്ന് ഇന്നിപ്പോ നമ്മള് ഹജ്ജിന്റെ ഫോട്ടോയിലൊക്കെ കാണുന്ന ആ രൂപം സത്യത്തിൽ തവാഫ് സഈന്റെ രൂപമാണ്. അല്ലാതെ ഇഹ്റാമിന്റെ അങ്ങനെ ചെയ്യേണ്ട യാതൊരു വിഷയമില്ല, ഒന്നുമില്ല. ആ ശരീരത്തിൽ ഈ 2 വസ്ത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്, തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ ഉണ്ടാവരുത്. ഇതാണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. അങ്ങനെ ഇഹ്റാമിന് വേണ്ടി വസ്ത്രം ധരിക്കുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എന്താ നിയത്ത്? ഉസല്ലി സുന്നത്തൽ ഇഹ്റാമി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് മനസ്സിൽ കരുതുക. പറയൽ സുന്നത്താണ്.
എന്നതാണ്. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ അല്ലാഹു അഹദ് ഓതുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന ഇരുത്തത്തിൽ നിസ്കാരം കഴിഞ്ഞു, ഇരുന്ന ഇരുത്തത്തിൽ ഇഹ്റാം ചെയ്യുക. ഇഹ്റാം കെട്ടുക. ഹജ്ജിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയോ ഇഹ്റാം കെട്ടുക. പെണ്ണുങ്ങളുമാകട്ടെ ആണുങ്ങളാകട്ടെ, പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ വസ്ത്രമില്ല, ഇഹ്റാം ചെയ്യുക. ഈ ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട, എന്തോ തക്ബീറത്തിൽ ഇഹ്റാം കെട്ടും പോലെ ഒന്നും അല്ല. നിയ്യത്ത് ചെയ്യലിന് പറയുന്ന ഒരു രീതിയാണത്. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒന്ന് പറഞ്ഞു നോക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല അല്ലെങ്കിൽ നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഹജ്ജ് ആവുമ്പോ ബിഹി, ഉംറ ആവുമ്പോ ബിഹാ. അങ്ങനെ വ്യത്യാസമുള്ളൂ. ഈ തിരിച്ചൊരു അക്ഷരമൊക്കെ പയച്ചോയാ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഭാഷാപരമായ ഗ്രാമർ മാത്രം, ഒരു പേടിയും പേടിക്കണ്ട. അതൊന്നൊരു വാജിബായ കാര്യം അല്ല. ഏത് നാപ്പട്ടനും ബുദ്ധിമുട്ടില്ലാത്ത അമലാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം.